പ്രിയമുള്ളവരെ, 01 മീഡിയ ക്രിയേഷൻ അണിയിച്ചൊരുക്കിയ വിധവ എന്ന ഷോർട്ട് ഫിലിമിലൂടെ ട്രിവാൻഡ്രം അനന്തലക്ഷ്മി ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല വില്ലനുള്ള അവാർഡ് വിധവയിലൂടെ കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ലിജോ വർഗീസിന് നമ്മൾ ഈ മെമൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ ഷൂട്ടിംഗ് നടത്തിയ പാലുണ്ണി എന്ന ഷോർട്ട് ഫിലിമിൽ ലിജോ വർഗീസിന്റെ നായികയായി വന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിബിതയാണ് ആ അവാർഡ് ഇന്ന് ലിജോ വർഗീസിന് കൈമാറുന്നത്. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നടിയും വ്ളോഗറും എഴുത്തുകാരിയും സംവിധായകവുമായ നമ്മുടെ പ്രിയപ്പെട്ട ലിബിതയെ ഹാർദമായി ഞാൻ ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ചേട്ടനും കൂടി ഒന്ന് തുടങ്ങാം. ഓക്കെ, 01 മീഡിയാസ് നമുക്കറിയാം, ഒരു പുതിയ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഒരുപാട് കലാകാരന്മാരെ വളർത്തിയെടുത്ത ഒരു സ്ഥാനമാണ് ഈ 01 മീഡിയാസ്. അതിന്റെ വളർന്ന് ഒരു വടവൃക്ഷം പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ വേളയിലാണ് വിധവ എന്ന ഫിലിമിന് വേണ്ടി നമ്മുടെ ലിജോ ഫ്രാൻസിസിന് ഈ അവസരം ഇവിടെ വന്നത്. മാത്രമല്ല, തുടർന്നുള്ള ഈ ദൗത്യങ്ങള് വളരെ സൗമ്യപരമായി അത് കൊണ്ടുപോകുവാനും കൂടെ ഒരു കൊടക്കഴിയിൽ നിർത്തി അവരെ അണിയിച്ചൊരുക്കുന്ന വാഴപ്പള്ളി, അതായത് സുരേഷ് വാഴപ്പള്ളി എന്നവർക്കും ഈ നാടിന്റെ എല്ലാവിധ നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. ലിജോ വർഗീസിനെ ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അവരെ സ്മരിക്കുന്നു, ആദരിക്കുന്നു. മറുപടി ലിജോ വർഗീസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. ഇങ്ങനൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും 01 മീഡിയ ക്രിയേഷന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലും ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതിനുശേഷവും എന്നെ സുരേഷേട്ടൻ വിളിച്ചിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഒഴിവുള്ള ദിവസങ്ങളിലെല്ലാം ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ സുരേഷേട്ടനോടൊപ്പം ഒരു കൈ കോർക്കാൻ ഞാൻ എന്നും 01 മീഡിയ ക്രിയേഷനൊപ്പം ഉണ്ടാവും എന്നതോടുകൂടി ഉറപ്പുവരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ്. അപ്പൊ ആദ്യം തന്നെ ലിജോ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ലിജോട്ടന്റെ അഭാവത്തില് ഞാൻ ആണ് ഇത് പോയിട്ട് വാങ്ങിയത്. അപ്പോ അവിടെ അതൊരു ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. കാരണം നമ്മുടെ ഷോർട്ട് ഫിലിമിന് തന്നെ 3 അവാർഡ്, ബെസ്റ്റ് നടിക്കുള്ളത്, ബെസ്റ്റ് വില്ലനുള്ളത്, ബെസ്റ്റ് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ്, അങ്ങനെ 3 അവാർഡ് വാങ്ങിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. അതിന് നമ്മുടെ എല്ലാമായ സുരേഷ് വാഴപ്പള്ളിയുടെ അടുത്ത് നന്ദി പറയാണ്. കാരണം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കൂടിയാണ് ഇതെല്ലാം പുറത്തു വന്നത് എന്നുള്ളതാണ് അതിലൊരു പ്രൗഡ് മൂമെന്റ് എന്ന് പറയുന്നത്. അതില് നമ്മുടെ നായിക ബെസ്റ്റ് നടിക്കുള്ള അവാർഡ് കിട്ടിയത് വിഷ്ണുപ്രിയ ഏബൂരാണ്. 01 മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നടിയാണ്, സംവിധായികയാണ്, എഴുത്തുകാരിയാണ്, എല്ലാമാണ്. സോ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും നമ്മുടെ ഷോർട്ട് ഫിലിമുകൾ നമ്മൾ അവാർഡുകൾക്ക് അയക്കും. അതിലും ഉറപ്പായിട്ടും ഇതുപോലെ കുറെ അവാർഡുകൾ നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് മാത്രം കഴിവുള്ള പ്രതിഭകൾ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഞാനാണെങ്കിലും പാപ്പനാണെങ്കിലും അനിച്ചേട്ടനൊക്കെ ആണെങ്കിലും ഇതുപോലെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അവാർഡുകൾ കാര്യങ്ങളൊക്കെ, അഭിനന്ദനങ്ങൾ കാര്യങ്ങളൊക്കെ വഴിയെ വരട്ടെ. ഇപ്പം നമ്മളിവിടെ പാലുണ്ണി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഫസ്റ്റ് ഷെഡ്യൂൾ പേക്കപ്പാണ്. നെക്സ്റ്റ് വരും ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഈ വീട് നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പെർമിഷൻ തന്ന മിനി ചേച്ചി ആൻഡ് ശ്രീദേട്ടൻ രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്. അമ്മയുണ്ട്, അമ്മ നമ്മുടെ ഒരു നടി കൂടിയായി അല്ലെ, ചേച്ചിയായി അല്ലെ നടി. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാരും വന്നത്. ഓക്കെ, ഞാൻ, എൻ്റെ മകൻ, മകള്, ഭാര്യ, അമ്മ, പെങ്ങള്, പിള്ളേര്, അളിയൻ, ഇവരൊരാളും ഇതിനു മുൻപ് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നുള്ള ആൾക്കാരല്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും നടന്മാരാ. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോ നമുക്കിനിയും വെള്ളിത്തിരയിൽ കാണാം. ഓക്കെ.